ചില കള്ളന്മാർക്ക് കുറ്റം ചെയ്താൽ കുറ്റബോധം തോന്നും. വെൽക്കം ബാക്ക് ടു വിസ്മയ ടോക്സ്. ഒരിടത്ത് ഒരു കുട്ടി ഉണ്ടായിരുന്നു. ആ കുട്ടിക്കാണെങ്കിൽ ഇടയ്ക്ക് വെച്ചൊരു ആക്സിഡൻറ്റ് പറ്റി. പിന്നെ നോർമലായിരുന്നു. അതിനുശേഷം ആ കുട്ടിയും കുട്ടിയുടെ ഫാമിലിയും കൂടെ ഒരു ഷോപ്പിങ്ങിന് പോയി. ഷോപ്പിങ്ങിന് പോയപ്പോഴത്തേനും ആ കുട്ടിക്ക് എന്തോ ഒരു തരം ഫീൽ. എന്താണെന്ന് വെച്ചാൽ പബ്ജി കളിക്കുന്നവരൊക്കെ ഫോൺ മാറ്റി വെക്കുന്ന തരം ഒരു ഫീലിങ്. ആ കുട്ടിക്കാണെങ്കിൽ അടുത്ത് നിൽക്കുന്ന സാധനങ്ങൾ എടുക്കാൻ തോന്നി. ആ കുട്ടിക്ക് പൈസ ഉണ്ടായിട്ട് പോലും ആ കുട്ടി അത് മോഷ്ടിച്ചു. അതിന് വീട്ടിൽ ചെന്നിട്ട് വീട്ടിൽ കൊണ്ടുപോയപ്പോഴത്തേക്കിന് കുട്ടിക്ക് ഭയങ്കര വിഷമം തോന്നി ആ സാധനം എടുത്തതിന്. പിന്നെ ഇതേപോലെ ഈ സംഭവം വീണ്ടും റിപ്പീറ്റ് ചെയ്യാൻ തുടങ്ങി. പിന്നെ ആ വീട്ടിലെ സാധനങ്ങൾ വരെ ആ കുട്ടി മോഷ്ടിക്കാൻ തുടങ്ങി. അങ്ങനെ ഒരു ദിവസം പോലീസ് പിടിച്ചു. പിന്നെ ആ കുട്ടീനെ ഡോക്ടറിൻ്റെ അടുത്ത് കൊണ്ടുപോയി. അപ്പോൾ ആ കുട്ടിക്ക് ക്ലെപ്റ്റോമാനിയാണെന്ന് പറഞ്ഞു. നിങ്ങൾ എന്തായാലും കരിക്കിൻ്റെ വീഡിയോ ആയ തിരുവോണം കണ്ടു കാണും. അതിനകത്തൊരു സീനുണ്ട്. ഞാൻ അങ്ങോട്ട് വരാം പെട്രോൾ മേടിച്ചോണ്ട്. പിന്നെ ഞാൻ വരുന്നവരെ വേറെ വണ്ടിയിൽ നിന്നൊന്നും ഊറ്റാൻ പോകരുത് കേട്ടല്ലോ. ബ്ലഡി ക്ലെപ്റ്റോമാനിയ. സോ എന്താണ് ഈ ക്ലെപ്റ്റോമാനിയ? നമുക്ക് ആവശ്യമില്ലാത്തൊരു സാധനത്തെ മോഷ്ടിക്കുന്നതിനെയാണ് ക്ലെപ്റ്റോമാനിയ എന്ന് പറയുന്നത്. ക്ലെപ്റ്റോമാനിയ ഉള്ള ആളുകളെ എടുക്കുകയാണെങ്കിൽ 3 പേര് പെണ്ണുങ്ങളും ഒരാൾ ആണുമായിരിക്കും. 3:1 റേഷ്യോയിലാണ് ലോകമെമ്പാടുമായിട്ട് കാണപ്പെടുന്നത്. ഈ ക്ലെപ്റ്റോമാനിയയുടെ സിംറ്റം മെയിൻലി കാണിച്ചു തുടങ്ങുന്നത് 13 മുതൽ 20 വയസ്സ് വരെയാണ്. ഈ ക്ലെപ്റ്റോമാനിയ ഉള്ള ആളുകൾക്ക് ആദ്യം എന്താ തോന്നുന്നതെന്ന് വെച്ചാൽ ഒരു സാധനം കാണുമ്പോൾ അത് എടുക്കാൻ തോന്നും. പിന്നെ എടുത്തു കഴിയുമ്പോഴത്തേനും ഭയങ്കര വിഷമവും തോന്നും. ഒരിക്കൽ ഡൽഹിയിലെ ഒരു മ്യൂസിയത്തിൽ നിന്ന് ഒരു പെയിൻറ്റിങ് നഷ്ടപ്പെട്ടു. പോലീസുകാർ ട്രേസ് ചെയ്ത് വന്നത് ഒരു വലിയ പണക്കാരൻ്റെ വീട്ടിലേക്കാണ്. അപ്പോഴാണെങ്കിൽ അയാളാണെങ്കിൽ പോലീസുകാരെ വിളിച്ചിട്ട് അയാളുടെ റൂം കാണിച്ചു കൊടുത്തു. എന്നിട്ട് പറഞ്ഞ് ഞാനാണ് മോഷ്ടിച്ചത്. അയാൾ മോഷ്ടിച്ചില്ലെന്നൊന്നും പറഞ്ഞില്ല, ഞാനാണ് മോഷ്ടിച്ചതെന്ന് പറഞ്ഞ് അയാളൊരു കളക്ഷൻ തന്നെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതെല്ലാം പോലീസിനെ കാണിച്ചു കൊടുത്തു. അപ്പോഴാണ് അറിയുന്നത് ഇയാൾക്ക് ക്ലെപ്റ്റോമാനിയാണ്. നമ്മൾ ഈ പറഞ്ഞ കഥയിലാണെങ്കിൽ ആള് മോഷ്ടിച്ചതെല്ലാം കളക്ഷനായിട്ട് വെക്കുകയാണ് ചെയ്തത്. അങ്ങനെ അപ്പം 3 ടൈപ്പുകളുണ്ട്. ചിലവരാണെങ്കിൽ മോഷ്ടിച്ച സാധനം കളക്ഷനായിട്ട് വെക്കും. ചിലവരാണെങ്കിൽ മോഷ്ടിച്ച ആൾക്ക് തന്നെ തിരിച്ചു കൊടുക്കും. ചിലവരാണെങ്കിൽ മോഷ്ടിച്ച സാധനം മറ്റുള്ള ഏതെങ്കിലും ആളുകൾക്ക് തിരിച്ചു കൊടുക്കും. ഇനിയിപ്പോൾ നിങ്ങൾ ചോദിക്കുമായിരിക്കും, ക്ലെപ്റ്റോമാനിയ ആളുകൾ മോഷ്ടിച്ച കേസില്ലേ? കേസുണ്ട്. സാധാരണ ആളുകളെ മോഷ്ടിക്കുന്നതും ക്ലെപ്റ്റോമാനിയ ആളുകൾ മോഷ്ടിക്കുന്നതും എന്തായാലും അതേ ശിക്ഷ തന്നെ അനുഭവിക്കേണ്ടി വരും. എന്തായാലും നിങ്ങൾക്ക് ഈ വീഡിയോയിൽ നിന്ന് എന്തെങ്കിലും ഇൻഫോർമേഷൻ കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ശരി, ബൈ.